ജൂലൈ 3 നമ്മൾ മാസമായി പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇവര് ലോകജീവിത ഭാഗത്തേക്ക്. ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പരിശുദ്ധാരൂപിക്കെതിരായിട്ടുള്ള തിന്മകൾ എത്ര പറയാം. അങ്ങനെ സംഭവമുണ്ട്. അപ്പൊ അതിൽ കുമ്പസാരിക്കാൻ പോകുമ്പോൾ സാധാരണ നമ്മൾ 10 കൽപ്പനകളാണ് നമ്മൾ പെട്ടെന്ന് ഓർക്കുന്നത്, അല്ലെങ്കിൽ തിരുസഭയുടെ 5 കൽപ്പനകൾ അത് ലംഘിച്ചിട്ടുള്ളത് മാത്രമാണ് ചിന്തിക്കുന്നത്. എന്നാൽ പരിശുദ്ധാരൂപിക്കെതിരായിട്ടുള്ള 6 പാപങ്ങൾ വളരെ ഗൗരവമാണ്. അത് ക്ഷമിക്കപ്പെടുകയില്ലെന്നാ അവർ പറഞ്ഞിട്ടുണ്ട്. 6 പാപങ്ങൾ ആർക്കും പറയാം. നോക്കിയിട്ട് അറിവുണ്ടോ? മോക്ഷം കിട്ടുകയില്ല. ഒന്നാമത്തേതാണ് മോക്ഷം കിട്ടുകയില്ല എന്ന വിചാരം. മോക്ഷം എനിക്ക് കിട്ടണം, അത് വലിയൊരു പ്രശ്നമാണ്. എത്രയോ മനുഷ്യർ അങ്ങനെ ആത്മഹത്യയില്ല, നിരാശ. രണ്ടാമത്തെ സൽപ്രവർത്തികൾ കൂടാതെ മോക്ഷം കിട്ടുമെന്ന മിഥ്യാ ധാരണ. മൂന്നാമത്തെയോ ഇതാണ് പഠനം. ഇവിടെ കുട്ടികൾക്കൊന്നും അറിയത്തില്ല. നിങ്ങളുടെ നാളെ ചോദിച്ചു, നിങ്ങൾ വീട്ടിൽ ചെന്ന് കുട്ടികൾ ചോദിച്ചിട്ട് നിങ്ങൾക്ക് അറിയാമോ? ഞാൻ അത് എപ്പോഴും അത് പഠിപ്പിച്ചോണ്ടിരിക്കണം. അപ്പൊ നിങ്ങൾ തന്നെ ഇത് പഠിച്ചെന്ന് പറഞ്ഞാൽ നാളെ ചോദിച്ചതിലും പറയും അല്ലേ. 1 മോക്ഷം കിട്ടുകയില്ലെന്നുള്ള വിചാരം. 2 സൽപ്രവർത്തികൾ കൂടാതെ, ഞാൻ എപ്പോഴും വിശുദ്ധനാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ പകുതി പോകും എന്നുള്ള സൽപ്രവൃത്തികൾ കൂടാതെ മോക്ഷം കിട്ടുമെന്നുള്ള മിഥ്യാ ധാരണ. മൂന്നാമത്തെ അതൊക്കെ നമ്മൾ പള്ളിയിലൊക്കെ വളരെ സൂക്ഷിച്ചു, അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പള്ളിയൊക്കെ നന്നായിട്ട് പൊക്കോളും. മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെ 2 എത്താൻ പറ്റുന്നുള്ളൂ അല്ലേ? ഞാൻ 2 പറഞ്ഞല്ലോ, ഇനി 4 കൂടെ ഉണ്ട്. നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാതെ നോക്കി. ശ്ലീഹാക്കാലം അവസാനിക്കുന്നു. ശ്ലീഹാക്കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളാണ്. നാളെയും പരിശുദ്ധാത്മാവിനെ കുറിച്ച് വായിച്ചു കേൾക്കാം. അപ്പൊ പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള 6 പാപങ്ങൾ ഏതൊക്കെയാണ് അതിലുള്ളത്? 2 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മൂന്നാമത്തെ ഒന്ന് ആലോചിച്ച് നോക്കി കേട്ടോ. അറിയില്ല. സത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അത് നിഷേധിക്കും. ഇതൊക്കെ ഇടവേ നടക്കുന്ന കാര്യങ്ങളാണ്. ഒരു അച്ഛൻ പൈസ എടുത്തോണ്ട് പോയിട്ടുണ്ടെന്ന് സത്യം അറിയാം, എങ്കിലും അച്ഛനെ തകർക്കാൻ സത്യം അറിയാം, എന്നിട്ടോ സത്യത്തെ നിഷേധിക്കുക. ഇത്ര മനുഷ്യനെ ചെയ്യുന്നുണ്ടെന്നറിയാമോ? സത്യം എന്ന് അറിഞ്ഞിട്ട് അതിനെ നിഷേധിക്കും. അപ്പൊ 4ാമത്തെ ഉണ്ടായിരിക്കും. ഇത് നമ്മൾ അനുദിന ജീവിതം എന്നും നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന നമുക്കുള്ള പാപമാണ്. അന്യന്റെ നന്മയിലുള്ള അസൂയ എന്തുമാത്രമുണ്ട് അല്ലേ? തിരിക്കട്ടെ. 5ാമത്തെ, നമ്മൾ പാപം ഇങ്ങനെ ചെയ്യുന്നു എന്നിട്ട് അനുദപിക്കാതെ ആ പാപത്തെ തന്നെ തുടരുന്നു. നമ്മുടെ യുവജനങ്ങൾക്കൊക്കെ അത് നമ്മൾ പഠിപ്പിക്കണം. ഈ പരിശുദ്ധാരൂപിയുള്ള 6 പാപം. 6ാമത്തെ എന്താ വെച്ചാൽ, ഇപ്പം ഒരാൾ മരിക്കാൻ കിടക്കുക, അപ്പം ഭാര്യ പറയാണ് അന്ത്യോദാശിതായിട്ട് വേണ്ട, എനിക്ക് വേണ്ട. അപ്പൊ അന്ത്യനിമിഷത്തിൽ പോലും അനുദപിക്കാത്തൊരവസ്ഥ. അത്രയും ഇപ്പൊ കിട്ടിയോ? എന്നാലും ഓർക്കാൻ പാടല്ലേ? ഓർമ്മ സൂക്ഷിക്കാൻ നമ്മൾ ധ്യാനിക്കണം കേട്ടോ. ഓക്കെ, ഗുഡ്. നമ്മൾ ശ്രീഹാക്കാലമായതുകൊണ്ടും സഭാചരിത്രമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇത് വ്യൂസ് 5ാം. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും 1 വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ്, വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഈ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.